Myself Riya George from Natural Science Option. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്രിയേറ്റിവിറ്റി സ്റ്റേജസ് ആൻഡ് ഫോസ്റ്ററിംഗ് ടെക്നിക്സ്. Creativity is the capacity of persons to produce compositions, products or ideas of any sort which are essentially new or novel and previously unknown to the producer. ഒരു വ്യക്തിക്ക് മുമ്പറിയാത്തതും ആ വ്യക്തിയിലുള്ള പുതിയതായി രൂപപ്പെട്ട രചനകൾ, ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ആശയങ്ങൾ ഇവ നിർമ്മിക്കാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് സർഗാത്മകത എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റി അസസ് ചെയ്യാനായിട്ട് ടോറൻസ് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള 4 കമ്പോണൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഫ്ലുവൻസി, രണ്ടാമത്തെ ഫ്ലെക്സിബിലിറ്റി, മൂന്നാമത്തെ ഒറിജിനാലിറ്റി, നാലാമത്തെ എലാബറേഷൻ. Fluency, the total number of interpretable, meaningful and relevant ideas generated in response to the stimulus. ആശയങ്ങളുടെ ഒഴുക്കിനെയാണ് ഫ്ലുവൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീനിങ്ഫുൾ ആയിട്ടുള്ളതും ഇൻ്റർപ്രറ്റബിളും റെലവൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആവശ്യമാണ്. ആശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത്. അടുത്തതാണ് ഫ്ലെക്സിബിലിറ്റി, ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് റെലവൻറ്റ് റെസ്പോൺസസ്. വെറൈറ്റി ഓഫ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഫ്ലെക്സിബിൾ ഇൻ തിങ്കിങ് പോസിബിൾ ആവുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എങ്ങനെ റീയൂസ് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാമെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെറൈറ്റി ഓഫ് ഐഡിയാസ് നമുക്കുണ്ടാകും. ഇതിനെയാണ് ഫ്ലെക്സിബിൾ ഇൻ തിങ്കിങ് എന്ന് പറയുന്നത്. ഒറിജിനാലിറ്റി, ദ സ്റ്റാറ്റിസ്റ്റിക്കൽ റയറിറ്റി ഓഫ് ദ റെസ്പോൺസസ്. ഒറിജിനാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഐഡിയാസ് യുണീക്കായിരിക്കണം. മറ്റൊരു വ്യക്തിയുടെ ഐഡിയാസ് നമ്മൾ കോപ്പി ചെയ്യാനായിട്ട് പാടില്ല. സ്വന്തമായ ആശയങ്ങൾ രൂപീകരിക്കുന്നതിലൂടെ നമ്മൾ ക്രിയേറ്റീവ് പേഴ്സണായിട്ട് മാറുന്നു. ഇലാബറേഷൻ, ദ എമൗണ്ട് ഓഫ് ഡീറ്റെയിൽ ഇൻ ദ റെസ്പോൺസസ്. ഇലാബറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്ത ഐഡിയാസ് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതിനെയാണ് ഇലാബറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വന്തമായി രൂപീകരിച്ച ആശയങ്ങൾ വ്യക്തമായി മറ്റൊരു വ്യക്തിയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇലാബറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദ സ്റ്റേജസ് ഇൻ ക്രിയേറ്റീവ് പ്രോസസ്സ്. 4 സ്റ്റേജസ് ആണ് ക്രിയേറ്റീവ് പ്രോസസ്സിലുള്ളത്. ആദ്യത്തെ പ്രിപ്പറേഷൻ, രണ്ടാമത്തെ ഇൻക്യുബേഷൻ, മൂന്നാമത്തെ ഇലുമിനേഷൻ, നാലാമത്തെ വെരിഫിക്കേഷൻ. ഫസ്റ്റ് സ്റ്റേജാണ് പ്രിപ്പറേഷൻ. The problem is analyzed and the plan of action is formulated for its solution. The relevant facts and materials are collected for reaching at the solution. ക്രിയേറ്റീവ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്നതിനെയാണ് പ്രിപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രോബ്ലം ആദ്യം അനലൈസ് ചെയ്തു, അതിനുശേഷം ആ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ രൂപീകരിക്കുന്നു. ആ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റും അതുപോലെ തന്നെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെയാണ് ഇൻക്യുബേഷൻ. ദ മേറ്റർ ഈസ് പുട്ട് അസൈഡ് ഫോർ ദ ടൈം ബീയിങ് ആൻഡ് ദ മൈൻഡ് ഈസ് ഡയറക്റ്റഡ് ടു സം അതർ ചാനൽ. ഒരുക്കഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമാണ് ധ്യാനഘട്ടം, ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസും ഐഡിയാസസും ഇതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനും അതുവഴി ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു സ്റ്റേജാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ് കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. നെക്സ്റ്റ് സ്റ്റേജാണ് ഇലുമിനേഷൻ. അറ്റ് ദിസ് സ്റ്റേജ് ദ സെർച്ചർ എക്സ്പീരിയൻസസ് എ സഡൻ അപ്പിയറൻസ് ഓഫ് ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. ഇലുമിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ജ്ഞാനോദയ ഘട്ടമാണ്. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ നിന്ന് നമ്മളത് റീഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഐഡിയാസ് ഒറിജിനേറ്റ് ചെയ്തു. സൊല്യൂഷന് ആവശ്യമായിട്ടുള്ള ഐഡിയാസ് ഒറിജിനേറ്റ് ചെയ്ത ഈ ഒരു സ്റ്റേജിനെയാണ് ഇലുമിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജാണ് വെരിഫിക്കേഷൻ. The new theme is checked out to determine whether the solution emerging from the insight is the correct one. ലാസ്റ്റ് സ്റ്റേജാണ് വെരിഫിക്കേഷൻ, സ്ഥിരീകരണ ഘട്ടം. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇലിമിനേഷൻ സ്റ്റേജിലൂടെ ലഭിച്ച സൊല്യൂഷൻ പ്രോബ്ലത്തിന് സ്യൂറ്റബിൾ ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്.
നമുക്ക് ലഭിച്ച സൊല്യൂഷൻ വീണ്ടും നമ്മൾ റീതിങ്ക് ചെയ്യും, റിവൈസ് ചെയ്യും ചെയ്യുന്നു. ഈ 4 സ്റ്റേജസിലൂടെയാണ് ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോസസ്സ് നടക്കുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റെപ്സ് ടു ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി. 3 സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ സിനറ്റിക്സ്, സെക്കൻഡ് വൺ ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് തേർഡ് വൺ ലാറ്ററൽ തിങ്കിങ്. It has been developed by Gordon and Prince in 1961. Synetics, which means bring forth together, it is a way of mentally taking things apart and putting them together to furnish new insight regarding all types of problems. 1961 ഗോർഡൻ ആൻഡ് പ്രിൻസ് ഡെവലപ്പ് ചെയ്ത കോൺസെപ്റ്റാണ് സിനറ്റിക്സ് എന്ന് പറയുന്നത്. സിനറ്റിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രിങ് ഫോർത്ത് ടുഗെദർ, ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ്. എല്ലാതര പ്രശ്നങ്ങളെക്കുറിച്ചും ഒരു പുതിയ ഉൾക്കാഴ്ച നൽകുന്നതിനായിട്ട് മാനസികമായി ആ കാര്യങ്ങളെ വേർപ്പെടുത്തുകയും പിന്നെ അതിനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന രീതിയാണ് സിനറ്റിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. The term was first coined by Osborne in 1957. Brainstorming facilitates generation of ideas quickly. In the group of the problem is posed and the individual members of the group are encouraged to speak out any idea that emerges from their mind without any restriction. 1957 ഓസ്ബോൺ ആണ് ഈ ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. ആശയങ്ങൾ വേഗത്തിൽ സൃഷ്ടിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. ബ്രെയിൻ സ്റ്റോമിംഗ് ഒരു ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റിയാണ്. ഗ്രൂപ്പിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ഒരു വ്യക്തിക്ക് ഒരു തടസ്സവുമില്ലാതെ ഒരു നിയന്ത്രണവുമില്ലാതെ തന്നെ അവരുടെ തന്നെ സ്വന്തം ആശയങ്ങൾ തുറന്നു പറയാനായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ലാറ്ററൽ തിങ്കിങ്. The term was first proposed by Edwin de Bono in 1967 in his book All of Lateral Thinking. The lateral thinking refers to creative problem solving, usually by reformulating the problem or reviewing it from a fresh angle. 1967 എഡ്വേർഡ് എഴുതിയ ദ യൂസ് ഓഫ് ലാറ്ററൽ തിങ്കിങ് ഈ പുസ്തകത്തിലാണ് ആദ്യമായി ഈ പദം നിർദ്ദേശിച്ചിട്ടുള്ളത്. ലാറ്ററൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ വീണ്ടും പുനർക്രമീകരിച്ച് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആംഗിളിൽ ഒരു പുതിയ കോണിൽ നിന്ന് അത് അവലോകനം ചെയ്ത് ക്രിയേറ്റീവായിട്ട് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നു. കേട്ടിട്ട് എക്സാമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ക്രിയേറ്റിവിറ്റി? ആൻസർ ഈസ് പേഴ്സണാലിറ്റി. ബാക്കി 3 ഫാക്ടേഴ്സും ക്രിയേറ്റിവിറ്റിയുടെ ഫാക്ടേഴ്സാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഇലാബറേഷൻ, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. ആൻസർ ഈസ് ക്രിയേറ്റിവിറ്റി. Third question, teacher showed a picture in the classroom, then told the students to suggest a suitable title to it. Which particular potential of the learner is assessed by the teacher here? Answer is creativity.